8-9 കൊല്ലത്തോളം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ എംഎൽഎയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലത്തിനിടയിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം അദ്ദേഹം പാർട്ടിയിലോ അതല്ലെങ്കിൽ പൊതുവേദികളിലോ പറയുന്നതായി കേട്ടിട്ടില്ല. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇതെല്ലാം പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് ആദ്യം സംശയിച്ചു നിന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശക്തികളെ കണ്ടപ്പോൾ കാര്യം വ്യക്തമായി. ഇനി ഒരു ഗവൺമെൻറ് വിരുദ്ധ പാർട്ടി വിരുദ്ധ ശക്തികൾ ഒത്തുകൂടിയിട്ട് അവരുടെ ഗൂഢാലോചനയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവനും പുറത്തു വരുന്നത് എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു. ഇതാണ് കൂട്ടത്തിൽ ഇവിടെ അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് മോഹൻദാസ്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില ആരോപണങ്ങളുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതാണ്ട് പഠിക്കുന്ന കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളാണ്. മലപ്പുറം പ്രദേശത്ത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു പോകുന്നു. അതിൻ്റെ അംഗീകാരമാണ് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം കേരളത്തിലെ പാർട്ടിക്ക് നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഏറ്റവും വിട്ടുവീഴ്ച കൂടാതെ എതിർത്തുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് വർഗീയ ശക്തികളായിട്ട് RSS, BJP. കോൺഗ്രസിനോടൊക്കെ വിരോധവും വ്യത്യസ്ത അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നേക്കാൾ രൂക്ഷമായിട്ട് എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതും അതുപോലെ തന്നെ RSS, BJPക്ക് ഇന്ത്യ രാജ്യത്ത് വെച്ചു പഠിപ്പിക്കാൻ പറ്റാത്ത ശക്തികളാണ് എന്ന് അവർ മുദ്ര കുത്തിയിട്ടതും CPM-നെ സംബന്ധിച്ചാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ പ്രവർത്തകനായിട്ടാണ് ജില്ലാ സെക്രട്ടറിയെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഭയപ്പെട്ടിട്ടല്ല. കാരണം മോഹൻദാസ് മറ്റെവിടെയും അല്ല പ്രവർത്തിക്കുന്നത്, മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ സെക്രട്ടറിയായിട്ടും സെക്രട്ടറിയേറ്റ് മെമ്പറായിട്ടും ജില്ലാ കമ്മിറ്റി അംഗമായിട്ടും ഒക്കെ പ്രവർത്തിച്ചത് ഈ മണ്ണിലാണ്. ഇവിടെ ഓരോ പ്രദേശത്തുമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമയത്ത് വർഗീയ ശക്തികളോട് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് രാജ്യത്തുള്ള ജനങ്ങൾ നേരിട്ട് കണ്ടതാണ്. RSS, അതുപോലെ മുസ്ലിം തീവ്രവാദികൾ, വർഗീയ ശക്തികൾ, അവർ രാജ്യത്തെ ചില അനിഷ്ട സംഭവങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്ന സമയത്ത് പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് രാജ്യത്തുള്ള ജനങ്ങൾ കാണുന്നതാണ്. അതിൽ മലപ്പുറം ജില്ലയിൽ അത്തരം പ്രശ്നങ്ങളിൽ CPM-ന്റെ സെക്രട്ടറി എന്ത് നിലപാടെടുത്തു എന്നുള്ളത് രാജ്യത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും അറിയുന്നതാണ്. അങ്ങനെയുള്ള മോഹൻദാസിനെയാണ് RSS-ന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ മോശപ്പെട്ട രീതിയിൽ എന്ന് പറയുന്നത് അദ്ദേഹം 2 തവണയാണ് MLA ആയിട്ട് ഇവിടെ ജില്ലയിൽ വന്നത്. ആ MLA ആയിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പാർട്ടിയുടെ വക്താവായിട്ടല്ല, സ്വതന്ത്രനായിട്ടാണ്. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെതിരായിട്ടുള്ള എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശക്തിയായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ സെക്രട്ടറി അവരെ സംബന്ധിച്ച് ഇന്നേ വരെ ഈ അടുത്ത ദിവസം വരെ അദ്ദേഹത്തിന് ഇല്ലാത്ത അഭിപ്രായം പെട്ടെന്ന് സുപ്രഭാതത്തിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. RSS ആയിരുന്നു. RSS-ന്റെ
ആര് സന്തോഷിപ്പിക്കാനാണ് എന്ന് പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം അവിടെ അങ്ങനെ പൂർണ്ണമായോ പ്രാഥമികമായിട്ട് ഓരോ പ്രശ്നത്തെ സംബന്ധിച്ചും നിലമ്പൂര് ഈ സംഭവം കഴിഞ്ഞ് കണ്ടക്കൊന്നിൽ ഒരു പൊതുയോഗം നടന്നു. ഞാൻ കേട്ടത് 2-3 അതിൽ പങ്കെടുത്തിട്ടുള്ള 2 ആള് വിളിച്ചിരുന്നു. അവർ പറഞ്ഞത് പങ്കെടുത്തതിൽ ഭൂരിപക്ഷം ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച 2 കുട്ടികളാണ്. അത് SP ക്കാരും അതുപോലെ തന്നെ ചേച്ചിക്കാരും. സാധാരണഗതിയിൽ അവർ ഇത്തരം ഉദ്യോഗസ്ഥയിൽ ഒരാൾ പങ്കുകൊള്ളിക്കാത്തതാണ്. അവരാണ് എങ്ങനെ വന്നു നമ്മളാലോചിച്ചു. CPM അനുഭാവികളായ ആളുകളും ഉണ്ടായിരുന്നു. CPM അനുഭാവികളായ ആളുകളും തീർച്ചയായിട്ടും ഞാൻ അവിടെ അടുത്ത അയൽവാക്കത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കേൾക്കില്ല. എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. അതുപോലെ പാർട്ടി സഹാക്കളും പോയിട്ടുണ്ടാവും. ഈ ജമാഅത്ത് ഇസ്ലാമിയും SDPI യുമാണ് അൻവറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നാണ് CPM മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ? ഈ ജമാഅത്ത് ഇസ്ലാമിയും SDPI ആണ് പിന്നെ ഈ അൻവറിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എന്നല്ലല്ലോ പറഞ്ഞത്. അതായത് അതിലെ പങ്കാളിത്തം പരിശോധിച്ചാൽ SDPI യും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ CPM വിരുദ്ധ രാഷ്ട്രീയത്തിലെ ആളുകൾ, അതിലെ വ്യത്യസ്ത പാർട്ടികൾ, അവരാണത് വിജയിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ പാർട്ടി അനുഭാവികൾ പിന്നെ അതിൽ പങ്കെടുത്തു, പാർട്ടി നേതാക്കന്മാർ അങ്ങനെ പങ്കെടുത്തു, ആരെങ്കിലും പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? നിങ്ങൾ പിന്നെ ഒരു എന്താണ് സ്വാഗതം പറഞ്ഞു സുകുമാരൻ 5 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതാണ്. അദ്ദേഹം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവിടെ പിന്നെ കെട്ടിക്കാൻ തോന്നുന്ന സ്ഥലമുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.